ഞങ്ങളാരും വികസന വിരോധികളല്ല എന്ന് പറയുകയാണ് ഇവർ പരോക്ഷമായെങ്കിലും, അല്ലേ? വികസന വിരോധികളായി ജനങ്ങളുടെ മുൻപിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷം അവതരിപ്പിക്കപ്പെടാൻ കോൺഗ്രസോ CPM-ഓ BJP-യോ തയ്യാറല്ല. ആരുടെ ഉപദേശപ്രകാരമാണ്, ആരാണ് ഈ ശ്രീധരനെ ഓഫീസ് തുറക്കാൻ അനുമതി നൽകിയത്? ഈ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതുണ്ട്. ഈ സംസ്ഥാനം മുന്നോട്ട് വെച്ച റാപ്പിഡ് റെയിൽ പദ്ധതി ഒരു നനഞ്ഞ പടക്കമാകാനാണ് സാധ്യത. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് അതിവേഗ റെയിൽ ഗതാഗത സംവിധാനം എന്നത് എക്കാലത്തും മാറി മാറി വരുന്ന സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടിലെ സുപ്രധാനമായൊരു ഘടകമാണ്. യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുക, മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുക, തൊഴിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലപ്പെടുത്തുക എന്നതൊക്കെയാണ് ഈ കാഴ്ചപ്പാടിൻ്റെ കേന്ദ്രബിന്ദു. പക്ഷേ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര ഘടനയും ജനസാന്ദ്രതയും കണക്കിലെടുത്ത് പരിസ്ഥിതി സൗഹൃദമായിട്ടായിരിക്കണം ഉയർന്ന വേഗതയിലുള്ള റെയിൽ സംവിധാനം എന്നതും വളരെ പ്രധാനമാണ്. കേരളയിൽ നടപ്പിലാകാതെ പോയതും ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും മാനിക്കാതെ പോയതുകൊണ്ടുകൂടിയാണ്. ഏതായാലും സംസ്ഥാനത്തിനായി 2 റെയിൽ പദ്ധതികളുടെ അനൗദ്യോഗിക പ്രഖ്യാപനങ്ങളും വാഗ്വാദങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് അന്തരീക്ഷത്തിൽ. ഒരു വശത്ത് മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽവേ, മറുവശത്ത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച റാപ്പിഡ് റെയിൽ എന്ന RRTS. ഏത് പദ്ധതിക്കാണ് സാധ്യത? നാളെ കേന്ദ്ര ബഡ്ജറ്റ് കൂടിയാണ്, പരിശോധിക്കാം. എനിക്കൊപ്പം ഇപ്പോൾ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുകയാണ്. സർ നമസ്കാരം. നമസ്കാരം. ശ്രീ മോഹൻ വർഗീസ്, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന റാപ്പിഡ് റെയിൽ പദ്ധതിയേക്കാൾ അതിവേഗ റെയിൽവേയാണ് കേരളത്തിന് അനുയോജ്യമെന്നും ഇവ തമ്മിൽ വേഗതയിൽ വലിയ വ്യത്യാസമുണ്ടെന്നുമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ നമ്മളോട് പറഞ്ഞത്. അതിവേഗ റെയിൽവേയുടെ ശരാശരി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്ററിന് മുകളിലായിരിക്കുമ്പോൾ റാപ്പിഡ് റെയിലിൻ്റേത് കേവലം 70-75 കിലോമീറ്റർ മാത്രമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനം. അദ്ദേഹം പറയുന്നത് മെട്രോമാനെ പോലെ ഇന്ത്യൻ റെയിൽവേയെ തൊട്ടറിഞ്ഞൊരു വിദഗ്ധൻ്റെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയാനാകുമോ? മെട്രോമാൻ ഇ ശ്രീധരൻ്റെ വാക്കുകളെ പൂർണ്ണമായി ആ അർത്ഥത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. അതേസമയം there is an element of politics in it. അത് തള്ളിക്കളയാനാവില്ല. റെയിൽ ഗതാഗതം സുഗമമാകണം, കണക്ടിവിറ്റി, വളരെ സ്പീഡ് കണക്ടിവിറ്റി ഉണ്ടാവണം. അക്കാര്യത്തിൽ കേരളത്തിൽ എല്ലാ വിഭാഗം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കൺസെൻസസ്, ഏകദേശം ഒരു ധാരണയുണ്ട്. അത് ഈ മഞ്ഞക്കുറ്റി ഇട്ട സമയത്ത്, അതായത് സിൽവർ ലൈൻ അല്ലെങ്കിൽ റെയിൽ പദ്ധതി അലസിപ്പോയതിന് പിന്നിൽ വേണ്ട ചിന്തയില്ലായിരുന്നു. അത് മാത്രമല്ല അശാസ്ത്രീയമായ അലൈൻമെൻറ്റും അശാസ്ത്രീയമായ ഒരു നടപടിക്രമങ്ങളും ഒരു തരം സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട്, ജനങ്ങളെ ആകെ കോൺഫിഡൻസിലെടുക്കാതെ വലിയൊരു വിഭാഗം ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പിന്നെ വലിയ ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു നടപടി, അത് മനുഷ്യനെ വല്ലാതെ വെറുപ്പിച്ചു. ഇതിൻ്റെ പ്രയോജനം എന്നത് തീർച്ചയായും ജനസൗഹൃദമായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പദ്ധതി എന്തുകൊണ്ട് വളരെ പെട്ടെന്ന്, അതായത് RRTS അല്ലേ, റാപ്പിഡ് സിസ്റ്റമാണ്, അതായത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ്. ഇത് കേരളത്തിൻ്റെ എല്ലാ പ്രധാന നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ഒരു മാതൃകയായി എടുക്കുന്നത് ഇപ്പോൾ ഡൽഹി മീററ്റ് ലൈനാണ്. അതൊരു ചെറിയ ഹ്രസ്വ ദൂരമാണ്. ഇപ്പം ഇത്ര 580 കിലോമീറ്റർ ഒന്നും ദൂരമില്ല. കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 580 കിലോമീറ്റർ ദൈർഘ്യം വളരെ ദൈർഘ്യമേറിയ ഒരു പാതയാണ്. സാധാരണ ഒരു അർബൻ സെൻറ്റേഴ്സ് തമ്മിൽ, 2 അർബൻ സെൻറ്റേഴ്സ് തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ട്രാൻസിറ്റ് പാത. അത് ഡൽഹി മാത്രമല്ല, ഡൽഹി മീററ്റ് മാത്രമല്ല, ഇപ്പം ഹൈദരാബാദിൽ നിന്നും പുറപ്പെടുന്ന ഒരു ശാഖയുണ്ട്. ഹൈദരാബാദിൽ നിന്നും ഒരു കുറച്ച് ദൂരത്തേക്കുള്ള ഒരു പാതയുണ്ട്. മദ്രാസിൽ നിന്നും തെക്കോട്ട് നീങ്ങുന്ന ഒരു പാതയുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും തെക്കോട്ട് നീങ്ങുന്നൊരു പാതയുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള പാതയുണ്ട്. ഇപ്പം പ്രധാന നഗരങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പാതയുണ്ട്. പക്ഷേ കേരളത്തെ മൊത്തമായി ഒരു നഗരമായി കാണുക, ഇതാണ് സങ്കല്പം. കാരണം അത് ഒട്ടൊക്കെ ശരിയുമാണ്. കാരണം കേരളത്തിൻ്റെ ജീവിതമനുസരിച്ച് ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ മധ്യപ്രദേശിലെയോ പോലെയുള്ള ഗ്രാമങ്ങളല്ല കേരളത്തിലുള്ളത്. ഒരു സെമി അർബൻ മോഡ് ഓഫ് ലിവിങ് ആണ് പൊതുവേ കേരളത്തിലുള്ളത്. ഈ വലിയ ഗ്രാമപ്രദേശങ്ങളെന്ന് പറയാൻ റെയിൽ കണക്ടിവിറ്റി അധികം ഇല്ലാത്ത സ്ഥലങ്ങൾ 2 ജില്ലകളേ ഉള്ളൂ. അത് ഇടുക്കി ജില്ലയും വയനാട് ജില്ലയുമാണ്. അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് അവിടെ റെയിൽ ട്രാഫിക് സുഗമമല്ല എന്നതാണ് സത്യം. അതേസമയം ശബരിമല റെയിൽ വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ശബരിമല റെയിൽ എന്നത് ഇൻ ദ പൈപ്പ് ലൈനാണ്. അത് റീച്ച് എങ്ങനെയാണ് വരേണ്ടത്, അത് അങ്കമാലിയിൽ നിന്നും പമ്പയിലെത്തുകയാണോ അതോ ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലെത്തുകയാണോ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്.
അത് ഗൗരവമായി പരിഗണിക്കപ്പെടുന്നതുമാണ്. ഒരു പക്ഷേ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു വക അതിനുവേണ്ടി ഇരുത്തിയാൽ നാളെ വരുന്ന ബഡ്ജറ്റിൽ ഒരു പക്ഷേ ഒരു പ്രപ്പോസൽ ഉണ്ടായേക്കാം. ഇനി തിരിച്ചു വരിക, സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന പദ്ധതി, എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം പോലെ, ഒരു തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം പോലെ ഇത് പറഞ്ഞു എന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിരക്കിപ്പോയാൽ നമുക്ക് മനസ്സിലാകും, ദീർഘകാലമായി ഈ ശ്രീധരനുമായി സംസ്ഥാന ഗവൺമെൻറ് ഒത്തുചേർന്ന് പോവുകയായിരുന്നു. മെട്രോമാൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് അല്ലെങ്കിൽ അറിവ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് കേന്ദ്രവുമായി ഭംഗിയായി സംസാരിക്കാനാവുമെന്ന നിഗമനത്തിൽ നിന്നുകൊണ്ടാണ്. അത് എങ്ങനെയോ വേണ്ട രീതിയിലുള്ള ട്രാക്ഷൻ ലഭിച്ചില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഈ ശ്രീധരനും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്ന് ഉള്ള ഒരു നീക്കത്തിന് പച്ചക്കൊടി കാട്ടിയില്ല. അപ്പോൾ ഇതാ ഈ ശ്രീധരൻ സമാന്തരമായി ഒരു ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട്, അതായത് കേന്ദ്ര ബഡ്ജറ്റ് വരുന്ന ഫെബ്രുവരി 1 ശേഷം 2-ാം തീയതി പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന് ഒരു ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് അതിനെ DPR നുള്ള തയ്യാറെടുപ്പുകൾ, അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ DPR തയ്യാറാക്കാനാവും എന്ന ശുഭപ്രതീക്ഷയാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ RRTS പദ്ധതിയിൽ നിന്നും ലേശം വിഭിന്നമാണ്. ഈ ശ്രീധരൻ്റെ അതിവേഗ റെയിൽ പാതയുണ്ടല്ലോ, അതേക്കുറിച്ച് ഒരറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാനത്തെ മന്ത്രിമാരൊക്കെ പറയുന്നത്. മന്ത്രി P. രാജീവൊക്കെ അത് എടുത്തു പറയുന്നത് കേട്ടു. അപ്പോൾ ഈ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതുണ്ട്, അതല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അങ്ങനെ വേണം ഇപ്പോൾ കരുതാൻ. ഈ ശ്രീധരൻ്റെ പ്രസ്താവന, ഈ സംസ്ഥാനം മുന്നോട്ട് വെച്ച റാപ്പിഡ് റെയിൽ പദ്ധതി ഒരു നനഞ്ഞ പടക്കമാകാനാണ് സാധ്യത, ചത്ത കുതിരയാകാനാണ് സാധ്യത, അതൊരു മണ്ടൻ പദ്ധതിയാണ് എന്ന ഒരു പ്രയോഗമാണ് ഈ ശ്രീധരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടത് മണ്ടൻ പദ്ധതി? വേണ്ട രീതിയിൽ കോൺഫിഡൻസിൽ എടുക്കേണ്ടവരെ കോൺഫിഡൻസിൽ എടുക്കാതിരിക്കുകയും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ കൃത്യമായ ഇത് വരുത്താതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് മണ്ടൻ പദ്ധതിയായി ഈ ശ്രീധരൻ അതിനെ വിവക്ഷിച്ചത്. മാത്രമല്ല കാലതാമസം വളരെ കൂടുതലാണ്. ഈ ശ്രീധരൻ പറയുന്നത് 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് പണി തീർത്ത് കയ്യിൽ തരാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. 8,500 കോടി മുതൽ 1,00,000 കോടി വരെ തുകയാണ് ഈ ശ്രീധരൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശ്രീധരന് കൃത്യമായ ഒരു ചില കണക്കുകളും പ്രൊജക്ഷൻസും ഉണ്ട്. ബഡ്ജറ്റ് അവതരണം വരാൻ പോകുന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് തന്നെ മെട്രോമാൻ വാർത്താ സമ്മേളനം നടത്തുന്നു, അതിവേഗ റെയിലിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിന് DPR തയ്യാറാക്കുന്നതിനായി പൊന്നാനിയിൽ ഓഫീസ് തുറക്കുമെന്നും ശ്രീധരൻ പറയുന്നു. അതേസമയം ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചിട്ട് വേണ്ടേ അദ്ദേഹം മുന്നോട്ട് നീങ്ങാൻ? അതാണ്, തീർച്ചയായും കൂടിയാലോചനകൾ വേണം. ഇത് കേന്ദ്രമാണ്. ഇപ്പം ഇത് 2 പദ്ധതികൾ തമ്മിൽ, ഒന്ന് കേന്ദ്രത്തിൻ്റെ, ഈ ശ്രീധരൻ പറയുന്ന റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പേപ്പർ വർക്ക് ചെയ്യേണ്ട പദ്ധതിയാണ്. അതേസമയം സംസ്ഥാനം പറയുന്നത് ഈ കേന്ദ്ര നഗരവികസനകാര്യ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു വെച്ചു, അദ്ദേഹം കാഷ്വലായിട്ട് പറഞ്ഞതാകാം, വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞു വെച്ചു കേരളത്തിന് യോജിക്കുന്നത് ഡൽഹി മീററ്റ് മോഡലിലുള്ള ഒരു RRTS പ്രോജക്റ്റാണ്. ഈ നമോ മെട്രോ എന്നൊക്കെ പിന്നെ നമോ ഭാരത് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി, ഡൽഹിയിലുള്ള പദ്ധതിയല്ലേ, അതിന് സമാനമായ ഒരു പദ്ധതിയാവും കേരളത്തിന് യോജിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിടുക്കത്തിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു പദ്ധതിയാണ്, ഒരു രേഖയാണ് മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടി നാമമാത്രമായി 100 കോടി രൂപ കേരള ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തു. അപ്പോൾ തങ്ങൾ ഇതാ ഇനിഷ്യേറ്റീവ് എടുത്തു, വികസന വിരോധികളല്ല ഞങ്ങൾ എന്ന് പറയേണ്ടതുണ്ട്, സംവിധായകരോട് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരള സർക്കാർ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യവുമായി വന്നത്. കേരളയിലൊക്കെ പോയി കേരളയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കേരളയിൽ അട്ടത്ത് വെച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ കേരളയിൽ വരും കേട്ടോ എന്ന ശുഭാപ്തി വിശ്വാസം ബാലഗോപാൽ പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ആശയമെന്ന നിലയിൽ അത് കേന്ദ്രവും അംഗീകരിക്കുന്നു, സംസ്ഥാനവും അംഗീകരിക്കുന്നു, ജനങ്ങളേറെ പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഞാൻ ചൈനയിൽ നിന്നൊരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് ചെറിയൊരു സേയിങ് ആണ്, അല്ലെങ്കിൽ ഒരു കൊട്ടേഷനാണ്. അത് പലപ്പോഴും മാവോ സേതുങ്ങിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുകയും അതേസമയം യഥാർത്ഥത്തിൽ ഡെങ് സിയാവോപിങ് 60കളുടെ മധ്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും സാരമില്ല, എലിയെ പിടിച്ചാൽ മതിയാവും. അപ്പോൾ കേരളയിൽ കേന്ദ്രത്തിൻ്റെ പദ്ധതിയായി വന്നാലും സംസ്ഥാന നിർദ്ദേശമനുസരിച്ച് വന്നാലും ഈ ശ്രീധരൻ കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും കാര്യം നടക്കണം, ഭംഗിയായി നടക്കണം, പ്രശ്നങ്ങളില്ലാതെ.
ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം കാണുകയും രാഷ്ട്രീയപരമായ ബോട്ടിൽ നെക്സുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിൻ്റെ ജനതയോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഈ RRTS മുന്നോട്ട് വെച്ചിട്ടും അതിപ്പോൾ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ സമയത്താണല്ലോ അതിന് 100 കോടി രൂപ മാറ്റിവെച്ച കാര്യമൊക്കെ ധനമന്ത്രി പറഞ്ഞതാണ്. എന്നിട്ടും ഈ മെട്രോമാൻ പറഞ്ഞ അതിവേഗ റെയിലിനെ തള്ളിക്കളയുന്നില്ല സംസ്ഥാന മന്ത്രിസഭ. അത് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങളും അത് അംഗീകരിക്കും എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ കേട്ടത് UDFൻ്റെ ഭാഗത്തു നിന്നാണ്. പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും ഒക്കെ പറയുന്നത് അതിവേഗ റെയിൽ വരട്ടെ, പാരിസ്ഥിതിക ആഘാതമില്ലാത്ത രീതിയിലാണെങ്കിൽ കേരളയിൽ പോലെ അല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ ഞങ്ങളും അത് അംഗീകരിക്കും എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. ദിവസങ്ങളേ ഉള്ളൂ, അധികമില്ല. വിജ്ഞാപനം വരാനൊന്നും ഇനിയിപ്പോൾ അധിക സമയമില്ല. അതുകൊണ്ട് ഞങ്ങളാരും വികസന വിരോധികളല്ല എന്ന് പറയുകയാണ് ഇവർ, പരോക്ഷമായെങ്കിലും അല്ലേ? കൃത്യമായ നിരീക്ഷണം. വികസന വിരോധികളായി ജനങ്ങളുടെ മുൻപിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷം അവതരിപ്പിക്കപ്പെടാൻ കോൺഗ്രസോ CPM-ഓ BJP-യോ തയ്യാറല്ല. അതുകൊണ്ട് തത്വത്തിൽ 3 തട്ടിൽ നിൽക്കുന്ന 3 മുന്നണികൾ UDF, LDF, NDA മുന്നണികൾ തത്വത്തിൽ അംഗീകരിക്കുന്നു. ഇവിടെ ഹൈ സ്പീഡ് അല്ലെങ്കിൽ സെമി ഹൈ സ്പീഡ് റെയിൽ ഉണ്ടാവണം, കണക്ടിവിറ്റി മെച്ചപ്പെടണം. പക്ഷേ ഇതാരാണ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ തർക്കം. ഇപ്പോൾ കോൺഗ്രസിന് ഇതിനെക്കുറിച്ച് കാര്യമായൊന്നും പറയാനാവില്ല. കാരണം കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ ഭരണത്തിലില്ല. അങ്ങനെയെങ്കിൽ കേന്ദ്രമോ സംസ്ഥാനമോ കൊണ്ടുവരുന്ന ഒരു പദ്ധതിക്ക് തങ്ങളായി രണ്ടിടത്തും പ്രതിപക്ഷത്തുള്ള തങ്ങളായി തുരങ്കം വെച്ചു എന്ന് പറയുന്നത് നേരാവില്ല. അതുകൊണ്ട് അവരതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കടിഞ്ഞാൺ തങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം തള്ളിക്കളഞ്ഞത് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്നതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ മൗഢ്യമാണ്. കാരണം അതിന് പിന്നിലും കൃത്യമായി കേന്ദ്രത്തിനും അതിൻ്റേതായ രാഷ്ട്രീയമില്ലേ? അതുകൊണ്ട് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം തള്ളിക്കളഞ്ഞൊരു കാര്യം നഗരവികസന മന്ത്രാലയം നൽകുമെന്ന് പറഞ്ഞാൽ അതിനൊരു അക്കാഡമിക് വാല്യൂ മാത്രമേ ഉള്ളൂ, അതിനൊരു പൊളിറ്റിക്കൽ വാല്യൂ അതിനകത്തില്ല. അതുകൊണ്ട് വേണ്ടത് കേന്ദ്രവുമായി സമരസപ്പെട്ട് പോവുക എന്നതാണ്. കേന്ദ്രമാണെങ്കിലും സംസ്ഥാനത്തുമായി, കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് ആരെടുക്കുന്നു എന്നത് വിഷയമേ അല്ല. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. തുക ഏതാണ്ട് ഈക്വലായിട്ടാണ്. ചിലവ് 20% 30% ഇരു കൂട്ടരും തുല്യമായ തുക എടുക്കേണ്ടി വരും. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനും നമ്മുടെ നിയമവ്യവസ്ഥിതിക്കുമല്ലേ? ഇതൊക്കെ പരസ്പരം ധാരണയോടെ ചെയ്യേണ്ടതാണ്. ഇത് ആരോടെങ്കിലും എന്തെങ്കിലും മറച്ചു വെച്ചുകൊണ്ട് ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കുമെന്ന ഭയത്താൽ മറച്ചു വെച്ച് ഗോപ്യമായി ചെയ്യേണ്ടതല്ല. ഈ ശ്രീധരനെ കേന്ദ്രവും സംസ്ഥാനവും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ് ഇന്നത്തെ നിലയിൽ ഈ ശ്രീധരനേക്കാൾ, വ്യക്തി എന്ന നിലയിൽ ഈ ശ്രീധരനേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താനാവില്ല. ശരി, ഈ അതിവേഗ റെയിൽ പദ്ധതി ഉണ്ടല്ലോ, ഇതിന് തുടക്കമിട്ടത് CPM തന്നെയല്ലേ? 2010 ജപ്പാൻ വിദഗ്ധർ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അത് പ്രകാരം അതിവേഗ റെയിൽ കേരളത്തിൽ പ്രായോഗികമാണെന്നും ജനങ്ങളത് ആവേശത്തോടെ സ്വീകരിക്കുമെന്നും കണ്ടെത്തിയിരുന്നു. ആ പഠന റിപ്പോർട്ടൊക്കെ അങ്ങനെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2016 ആയപ്പോൾ മെട്രോമാൻ തന്നെ ഈ പദ്ധതിയുടെ ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി, ഒരു DPR ആയിട്ട്. പക്ഷേ വലിയ ചെലവ് വരുമെന്നും അത് കാരണം സംസ്ഥാനത്തിന് ഇതുമായി മുന്നോട്ട് പോകാനാവില്ല എന്നും പറഞ്ഞ് സർക്കാർ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. എന്നിട്ടാണ് കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇത് സമാന്തരമായ ട്രാക്കിൽ സഞ്ചരിക്കുന്ന നിരവധി പദ്ധതികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ പല ട്രാക്കുകളും ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ട് മാറ്റിവെച്ചു. ഇപ്പോൾ 2 ട്രാക്കിലേക്ക് അത് ഒതുങ്ങിയിരിക്കുന്നു. ആ ട്രാക്ക് ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന ട്രാക്കും സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ട്രാക്കുമാണ് ഇപ്പോൾ സജീവം. ഈ 2 ട്രാക്കുകളും സമാന്തരമായി ഓടുകയാണോ അതോ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുമോ എന്നതാണ് കേരളം നോക്കിക്കാണുന്ന കാര്യം. ഈ കൺവേർജ് ചെയ്യണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അംഗീകാരം വേണം. സംസ്ഥാനം സമയബന്ധിതമായി ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് അത് ചെയ്യണം. ക്ലിയറൻസുകളെല്ലാം ഒബ്റ്റെയിൻ ചെയ്യണം. ജനങ്ങളെ കുറ്റിയിടാൻ ചെല്ലുമ്പോൾ, മഞ്ഞക്കുറ്റി അല്ലെങ്കിൽ ഏത് നിറത്തിലുള്ള കുറ്റിയാണെങ്കിലും അതടിക്കാൻ ചെല്ലുമ്പോൾ ജനകീയ പ്രക്ഷോഭം ഒരിക്കൽ കൂടി ഉണ്ടാകുന്നു എങ്കിൽ ഇത് വീണ്ടും ഷെൽവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു പബ്ലിക് റിലേഷൻസ് ഡ്രൈവ് എന്ന നിലയിൽ ഈ ശ്രീധരൻ ജനങ്ങളെ കാണാൻ തീരുമാനിച്ചത്. ഇവിടെ ക്രിട്ടിക്കലായി ചോദിക്കാവുന്നൊരു ചോദ്യം, ആരുടെ ഉപദേശപ്രകാരമാണ്, ആരാണ് ഈ ശ്രീധരന് ഓഫീസ് തുറക്കാൻ അനുമതി നൽകിയത്? രേഖാമൂലമുള്ള അനുമതിയുണ്ടോ? അദ്ദേഹം സ്വന്തം കപ്പാസിറ്റിയിൽ ചെയ്യുന്ന കാര്യത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കൊടുക്കുന്നത് ശരിയാണോ? സംസ്ഥാന ഗവൺമെൻറ്റോട് ചോദിച്ചിട്ടാണോ ഇതുമായി ബന്ധപ്പെട്ട് DPR താൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഒരുപക്ഷെ മൗനാനുവാദം
കേന്ദ്രത്തിൻ്റെ ഭാഗത്തെ വിശദീകരണം ആവശ്യമില്ലാത്ത, ഇൻട്രഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളല്ലേ ഈ ശ്രീധരൻ. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ BJP-കാരനായിട്ടോ കാണാനാവുമോ? അദ്ദേഹത്തെ വികസനത്തിൻ്റെ മുഖമായിട്ടല്ലേ കാണാനാവൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു പൈലറ്റ് സ്റ്റഡിക്കുള്ള അനുവാദം കേന്ദ്രം വാക്കാൽ നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഒരു ഓഫീസ് സംഘടിപ്പിക്കുന്നത്. ഈ ജനങ്ങളുടെ മൂഡ് അറിയുക, പൾസ് അറിയുക എന്നത് വളരെ പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള അഫക്റ്റഡ് ആകാൻ സാധ്യതയുള്ള ജനങ്ങൾക്ക് കോമ്പൻസേഷൻ ഉറപ്പായി ലഭിക്കണം. ന്യായമായ കോമ്പൻസേഷൻ. അവരുടെ ഭൂമി അന്യാധീനപ്പെട്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുമാത്രമല്ല, കേരളത്തെ നെടുക പിളർന്നുകൊണ്ട്, മുൻപ് വന്നൊരു പ്രശ്നം ഇതാണ്, കേരളത്തെ നെടുക പിളർന്നുകൊണ്ട് ഭൂമിയിലൂടെ ഒരു കാര്യം പോകുമ്പോൾ, ഇപ്പം മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന 3 മേഖലയല്ലേ ഉള്ളത് കേരളത്തിന്. ഇത് മലനാട്ടിൽ നിന്ന് തീരപ്രദേശത്ത് വരാൻ സാധിക്കാത്ത രീതിയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് അണ്ടർപാസിലൂടെയും ഓവർബ്രിഡ്ജിലൂടെയും ഒക്കെ വരേണ്ട ഗതികേട് വരാതെ, ഇത് തൂണിൻ്റെ പുറത്ത് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തൂണും തുരങ്കവും മാത്രമായ ഒരു പദ്ധതിക്ക് കാര്യമായ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല. അവിടെയാണ് എത്ര പോയിന്റ്. ഇനി ആകെയുള്ള വിഷയം എന്താ? ഹൈ സ്പീഡാണ്, അല്ലെങ്കിൽ സെമി ഹൈ സ്പീഡാണ്. ശ്രീധരൻ പറയുന്നത് സെമി ഹൈ സ്പീഡ് റെയിൽ പദ്ധതിയാണ്. സംസ്ഥാനം പറയുന്നത് അത് ഹൈ സ്പീഡ് എന്നാണ് പറയുന്നത്. റാപ്പിഡ് എന്ന് പറയുമ്പോൾ അതിനെ വിവക്ഷിക്കുന്നത് എത്ര സ്പീഡ് എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. പരമാവധി സ്റ്റേഷനുകൾ കുത്തി നിറയ്ക്കാനാണ് എങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന സ്പീഡൊന്നും കിട്ടില്ല. മറ്റൊന്ന്, ഈ കേരയിൽ പാളിപ്പോയത്, അന്നുണ്ടായ തർക്കങ്ങളൊക്കെ നമുക്കറിയാം. അതിലേക്കൊക്കെ വഴിവെച്ചത് പാരിസ്ഥിതിക ആഘാതവും ഭൂമി ഏറ്റെടുക്കലും. അത് 2 വിഷയങ്ങളായിരുന്നല്ലോ അവിടെ വന്നത്. ഇപ്പോൾ RRTS ആയാലും അതിവേഗ റെയിലായാലും അവിടെ പറയുന്നത് ഈ 2 വിഷയവും വരില്ല. ഭൂമി ഏറ്റെടുക്കൽ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി തൂണുകൾക്ക് മുകളിലൂടെയുള്ള പാതയ്ക്കാണ് മുൻഗണന എന്നാണ് പറയുന്നത്. ഈ തറയിലൂടെ പോകാനാവില്ല. കാരണം ഒന്ന്, ഭൂമിയുടെ വില, ഏറെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. 4 ട്രാക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം വീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത്. പക്ഷേ തൂണുകളുടെ മുകളിലൂടെ പോകുമ്പോൾ വലിയ രീതിയിൽ കോൺക്രീറ്റും മറ്റ് സാമഗ്രികളും ഉപയോഗിക്കേണ്ടി വരും എന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ തോത് കുറയും. ആ ട്രെയിൻ കടന്നു പോകുന്ന വയാഡക്റ്റ്, അതിൻ്റെ അടിയിൽ സ്പേസ് ഉണ്ട്. അത് കൊമേഴ്ഷ്യൽ സ്പേസായി ഉപയോഗിക്കാം, ലിവിങ് സ്പേസായി ഒക്കില്ല എങ്കിൽ പോലും അവിടെ ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടി അത്രയും സ്പേസ് ഉപയോഗിക്കാം. കേരളത്തിന് തെക്ക് മുതൽ വടക്ക് വരെയുള്ള സ്പേസ് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. അപ്പം ന്യായമായ വില കിട്ടുന്നിടത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ ഏകപക്ഷീയമായി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നു എന്ന പ്രതീതിയാണ് ഈ സിൽവർ ലൈൻ പദ്ധതി അല്ലെങ്കിൽ കെയറെയിൽ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നോട്ടം, അല്ലെങ്കിൽ ആ DPR സർവേ ഒക്കെ നടത്തിയ സമയത്തൊക്കെ ഏത് ധിക്കാരപരമായി, അഹങ്കാരപരമായി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പെരുമാറി. അതുകൊണ്ടാണ് ജനം രാഷ്ട്രീയമായി തന്നെ സംഘടിച്ചതും പ്രാദേശികമായി ഒരു പ്രതിഷേധം. അവർ പറയുന്നില്ല, ഒരിക്കലും ജനത പറയില്ല, കേരള ജനത പറയില്ല തങ്ങൾക്ക് വികസനം വേണ്ട എന്ന്. ഇടതുപക്ഷങ്ങൾ ഭരിക്കുന്ന കേരള സർക്കാർ ഒരുപക്ഷെ നന്ദിഗ്രാമിലും സിംഗരൂരിലും സംഭവിച്ചത് ഓർക്കുന്നുണ്ടാവും. കാരണം CPM-ൻ്റെ അടിത്തറ തന്നെ ഇളകിയത് ഒരു വ്യവസായ ഹബ്ബ് എന്നുള്ള നിലയിൽ നന്ദിഗ്രാമിനെയും സിംഗരൂരിനെയും കണ്ടതുകൊണ്ടാണ്. അത് നല്ല കാര്യമാണ്, പുരോഗമനപരമായ തീരുമാനമാണ്. ടാറ്റയുടെ നാനോ മാനുഫാക്ചറിങ് കമ്പനി, നാനോ കാറുകളുടെ, അതുപോലെ ഒരു കെമിക്കൽ ഹബ്ബ് തുടങ്ങുന്നു. ഇത് 2ഉം നല്ല കാര്യങ്ങളാണ്. പക്ഷേ അവിടെയുള്ള ലോക്കൽ ജനതയെ, കർഷക ജനതയെ, കൃഷിഭൂമിയെ എങ്ങനെയാണ് അവർ കണ്ടത്? അതുകൊണ്ട് വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ഇടതുപക്ഷങ്ങൾക്ക് വികസനത്തിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവം കൈക്കരുത്തിൻ്റെ പേരത്തെ ആളുകളുടെ സമ്മതമില്ലാതെ ഭൂമി ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ തിരിച്ചടിയാണ് അടിത്തറ പോലും ഇല്ലാത്ത രീതിയിൽ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPM-ഉം ഇടതുപക്ഷവും തകർന്നടിഞ്ഞത്. ഏത് റെയിൽ പദ്ധതി ആയാലും അതിനൊരു നിക്ഷേപ സംവിധാനം വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിപ്പോൾ ഈ പറയുന്നത് RRTS-ൻ്റെ കാര്യത്തിൽ സർക്കാർ പറയുന്നത് ഡൽഹി മാതൃകയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 20% വീതം മുടക്കും. ബാക്കി 60% തുക അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് വായ്പയായി കണ്ടെത്തും. ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിലേ വായ്പയാണ്, ഖജനാവ് ശൂന്യമാണ്. VD സതീശൻ പറഞ്ഞ പോലെ തന്നെ പൂച്ചവെറ്റ് കിടക്കുന്ന ഖജനാവാണ് നമ്മുടെ. അവിടെയാണ് ഈ പറയുന്നത് ഇനിയും വായ്പ എടുക്കുക 60%. ഒപ്പം അത് മാറ്റി നിർത്താം, വായ്പ എടുക്കുമായിരിക്കും. മറ്റൊന്ന് 20% സംസ്ഥാന സർക്കാർ മുടക്കുക. 20% പോയി 2% പോലും മുടക്കാനാവാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ സർക്കാരാണ് ഇത്രയേറെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയതും അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇതൊക്കെ നടപ്പിലാവാൻ പോകുന്ന കാര്യമാണോ?
RRTS വാഗ്ദാനം നൽകുന്നതിന് പ്രത്യേക ചിലവൊന്നുമില്ലല്ലോ. പ്രഖ്യാപനം നടത്തുന്നതിനും കാര്യമായ ചിലവൊന്നുമില്ല. അത് നടത്തിവെച്ചു. പക്ഷേ ഉട്ടോപ്യൻ എന്ന് ആദ്യം തോന്നുന്ന പല കാര്യങ്ങളുമാണ് ഈ പിന്നീട് മാനവരാശി നേടിയെടുത്തത്. ഒരു ആശയം എന്ന നിലയിൽ അങ്ങനെയാണ്. കയ്യിൽ നയാ പൈസ ഇല്ലാതെ തുടങ്ങുന്ന പല കാര്യങ്ങളാണ്. കാര്യങ്ങൾ പിന്നീട് അത് റോളപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ സഞ്ചിത കടം ഇടതുപക്ഷ സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് ഈ 1.53 ലക്ഷം കോടിയായിരുന്നു. അതിപ്പോൾ 6 ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു. പൊതുകടമാണ്, സഞ്ചിത കടമാണ്, നാളിതുവരെയുള്ള കടമാണ്. അതുകൊണ്ട് 10 വർഷം കൊണ്ട് സമ്പാദിച്ചെടുത്ത കടമെന്ന് പറയുന്നത് ഏതാണ്ട് 4.5 ലക്ഷം കോടിയുടെ കടം സമ്പാദിച്ചു വെച്ചു. ഇപ്പോൾ കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് അതൊക്കെ മൊത്തം കടമെടുപ്പിൻ്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരണമെന്ന കേന്ദ്ര നയത്തെ നഖശികാന്തം പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുന്ന സംസ്ഥാന സർക്കാർ കൂടുതൽ ബാധ്യതകളിലേക്ക് നീങ്ങുന്നു. പക്ഷേ ഇവിടെ കേന്ദ്രത്തിൻ്റെ അനുമതി കൂടി ഉള്ളതുകൊണ്ട് അനുവദനീയമായ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കടമെടുപ്പ് അതൊരു പക്ഷേ അടുത്ത സർക്കാർ UDF സർക്കാരാണ് വരുന്നതെങ്കിൽ അവർ, അല്ലെങ്കിൽ LDFിൻ്റെ തുടർ സർക്കാർ തിരുവനന്തപുരം ഹബ്ബാക്കിക്കൊണ്ട് എന്തെങ്കിലും കാര്യം നൽകാനുള്ള ധാർമ്മികമായ ചുമതല ഭാരതീയ ജനതാ പാർട്ടിക്കും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനുമുണ്ട്. അത് നിസ്സംശയം പറയാം. പക്ഷേ വലിയ സമ്മാനപ്പൊതിയുമായിട്ടൊന്നുമല്ല മോദി തിരുവനന്തപുരത്ത് വന്നത്. അത് ആളുകളെ കണ്ടു, നന്ദി പറഞ്ഞു, നല്ല കാര്യം. അതുകൊണ്ട് സ്വാഭാവികമായ പ്രതീക്ഷ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കണക്ടിവിറ്റി, അത് റെയിൽ കണക്ടിവിറ്റി ആകാം, അല്ല എങ്കിൽ സീപോർട്ടിൻ്റെ കണക്ടിവിറ്റി ആകാം, ട്രേഡ് കണക്ടിവിറ്റി ആകാം. വിഴിഞ്ഞത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ദ്രുത ചലനത്തിനുള്ള എന്തെങ്കിലും ഉപാധികളാകാം. അതുമാത്രമല്ല കേരളത്തിൻ്റെ റിസോഴ്സസ്. ഇപ്പോൾ മറ്റൊരു കോറിഡോറിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ പറഞ്ഞല്ലോ, ഒരു റെയർ എർത്ത് കോറിഡോർ ട്രിവാൻഡ്രം, അതായത് വിഴിഞ്ഞം ചവറയാണല്ലോ, ചവറ നീണ്ടകര ബെൽറ്റ് ആണല്ലോ. മാരാരിക്കുളം മുതൽ ചവറ വരെ നീണ്ടു കിടക്കുന്ന ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ബെൽറ്റാണ് കരിമണൽ. കരിമണൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വളരെ ശാസ്ത്രീയമായി ഖനനം ചെയ്തെടുത്താൽ കരിമണൽ ഖനനത്തിലൂടെ കഴിയും. അത്രയ്ക്കധികം ധാതു നിക്ഷേപമാണ് കേരളത്തിൻ്റെ ചെറിയൊരു ഭാഗത്തുള്ളത്. അതുകൊണ്ട് അത് കോറിഡോറായി എടുത്തുകൊണ്ട് അത് കൊച്ചി വരെ നീളുന്ന രീതിയിൽ 3 പോർട്ടുകളെ അല്ലെങ്കിൽ 2 പോർട്ടുകളെ ബന്ധിപ്പിക്കുന്ന കരിമണൽ അല്ലെങ്കിൽ റെയർ എർത്ത് കോറിഡോർ അതേക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇടതു വലതു ഭേദമന്യേ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം വികസനത്തെക്കുറിച്ചും കണക്ടിവിറ്റിയെക്കുറിച്ചും ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും, അല്ല സംവരണത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ഡോളിങ്ങിനെ കുറിച്ചല്ല, ക്ഷേമ പെൻഷനെ കുറിച്ച് മാത്രമല്ല, അതൊക്കെ വോട്ട് കിട്ടുന്ന കാര്യമാണ്. വികസനവും വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന് UDFും LDFും BJPയും ഒരുപോലെ ചിന്തിക്കുന്നിടത്താണ് കേരളത്തിൻ്റെ ഭാവി ഭദ്രമാണ് എന്ന് ചിന്തിക്കേണ്ടി വരുന്നത്. അതിൽ എത്രത്തോളം രാഷ്ട്രീയം കുറച്ചു കൊണ്ടുവരാമോ അത്രത്തോളം നല്ല. അതുകൊണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ തീർച്ചയായും രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം കേരളത്തിന് വേണ്ടി ഒരു റെയിൽ പദ്ധതി, ശബരി റെയിൽ പദ്ധതിയാണ് കൃത്യമായി വരുമെന്ന് ഞാൻ കരുതുന്നത്. അതെങ്ങനെയാണ് വരുന്നത് എന്ന് കൃത്യമായി പറയാനാവില്ല. അതോടൊപ്പം തന്നെ ഈ കണക്ടിവിറ്റി ഉൾപ്പെടുന്ന ഒരു സമഗ്ര റെയിൽ പദ്ധതിയുടെ ഒരു ചെറിയ തുക, ടോക്കൺ തുകയെങ്കിലും അലോട്ട് ചെയ്തേക്കും. പ്രത്യേകിച്ച് കേരള ബഡ്ജറ്റിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഇടതുപക്ഷത്തിന് പൂർണ്ണമായി ക്രെഡിറ്റ് പോകും എന്നതുകൊണ്ട് കേന്ദ്രത്തിനും ഇക്കാര്യത്തിൽ ജാഗരൂകമായ ഒരു സമീപനം എടുക്കേണ്ടി വരും. ആത്യന്തികമായി കൂടുതൽ ക്രെഡിറ്റ് കിട്ടാൻ സാധ്യത കേന്ദ്രത്തിന് തന്നെയാണ്. കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതിയാണ് അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന മനസ്സോടെയെങ്കിലും അത് അംഗീകരിക്കുകയും കേന്ദ്രത്തിന് അതിൻ്റെ മേജർ ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് കൊണ്ടുവരാൻ കേന്ദ്ര ധനമന്ത്രി ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ഒരു അതിവേഗ റെയിലോ അല്ലെങ്കിൽ പേര് മാറി വേറെ ഏത് തരത്തിലായാലും നല്ല രീതിയിലുള്ള ഒരു റെയിൽ പദ്ധതി അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം അനുബന്ധ വികസനവും നാളത്തെ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് എയിംസ് ആണ്. എയിംസ് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് ലോങ് ഓവർ ഡ്യൂ ആണ്. അത് എവിടെയാണ് ഒരു എയിംസ്? അത് സുരേഷ് ഗോപിയാണ് എയിംസ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ MP ആണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തൃശ്ശൂർ വരുമോ അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് വരുമോ? ഇത് കാര്യമായി തിരുവനന്തപുരത്തേക്ക് തന്നെ വരാൻ സാധിക്കുമോ? അദ്ദേഹം തന്നെ പല ജില്ലകളുടെയും പേര് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ജനത്തിന്റെ സംശയം. ഇത് എല്ലാവരും വല്ലാതെ മോഹിക്കുന്നു, കൊതിക്കുന്നു. ആ ഒരു പ്രഖ്യാപനം ഈ എയിംസ് എന്ന രൂപത്തിൽ ആണോ അതോ മറ്റെന്തെങ്കിലും മെഡിക്കൽ ഹെൽത്ത് റെജിമെനുമായി ബന്ധപ്പെട്ട കാര്യമാണോ കേന്ദ്രത്തിന് പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തമിഴ്നാടിനും കാര്യമായൊരു പാക്കേജ് പ്രതീക്ഷിക്കുന്നു. കേരള പാക്കേജായി 24,000 കോടിയുടെ പാക്കേജ് ലഭിക്കുമെന്നാണ് കേരളം
പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേന്ദ്രമാണ് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കേണ്ടതാണ്. നികുതി വരുമാനം, തനത് നികുതി വരുമാനമൊക്കെ കൂട്ടിയെടുക്കാൻ, തനത് വരുമാനം കൂട്ടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പായി. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് പറയുന്നത് തങ്ങൾ തനത് വരുമാനം ചെറിയ തോതിലെങ്കിലും കൂട്ടി എന്നാണ്. പക്ഷേ GST വരുമാനം തന്നെയാണ് ഇപ്പോഴും വൻ തുകയായി നിൽക്കുന്നത്. അതിൽ വരുമാന വർധന ഉണ്ട് താനും. അപ്പം GST റെജിമിലേക്ക് കയറി 2.2% മാത്രമാണ് കേന്ദ്ര വിഹിതമായി 15ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് കിട്ടുന്നത്. കേരളത്തിന് ജനസംഖ്യ കൂടിയിട്ടില്ല. അതുകൊണ്ട് ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ വിഹിതം കിട്ടുന്നു, സ്വാഭാവികമാണ്. അതിലെന്തെങ്കിലും കോമ്പൻസേഷൻ, ആ രീതിയിലുള്ള എന്തെങ്കിലും നീക്കുപോക്കുകൾ ഒരു ഫെഡറൽ അമിറ്റി എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലൂടെ കൊണ്ടുവരുമോ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. അതായിരിക്കും ദൂരവ്യാപകമായി നമുക്ക് നേട്ടമുണ്ടാക്കുന്ന കാര്യം. അല്ലാതെ കൃത്യമായ ഒരു പ്രോജക്റ്റ്, 1-2 പ്രോജക്റ്റുകൾ എന്നതിനേക്കാൾ കൂടുതൽ വിഹിതത്തിൽ വർധന വരുത്തുന്ന എന്തെങ്കിലും ഒരു നീക്ക് ബഡ്ജറ്റിലൂടെ കൊണ്ടുവരാനാവുമോ, ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും എന്നത് നമ്മുടെ ആലോചനാ വിഷയമാണ്. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്. ഒന്നേയുള്ളൂ, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രഘടനയും ജനസാന്ദ്രതയും കണക്കിലെടുത്തുകൊണ്ട് ഏത് ഗതാഗത സംവിധാനത്തിനും ജനം എതിരാവില്ല. എല്ലാ രാഷ്ട്രീയ മത്സരങ്ങളെയും അവർ തള്ളിക്കളയും. പക്ഷേ പരിസ്ഥിതി സൗഹൃദമായിരിക്കണം എന്ന് മാത്രം. അങ്ങനെയൊന്ന് പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.